إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സൂക്ഷ്മാലുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സൗഖ്യത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെയും ബർസഖിയായ ജീവിതം അവൻ റഹ്മത്തിലും സലാമത്തിലുമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ഖുതുബയിൽ നാം നിത്യവും ഉപയോഗിക്കുന്ന, ഇടപഴകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെ അർത്ഥത്തിലാണ് നമ്മുടെ മസ്തിഷ്കത്തെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്തകളെയും സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, വിവരിക്കപ്പെടുകയുണ്ടായി. ഇത്തരം വസ്തുക്കളോട്, മേഖലകളോട് നമുക്കുള്ള അടങ്ങാത്ത അഭിനിവേശം, അതല്ലെങ്കിൽ ആസക്തി, അവയുടെ അമിതോപയോഗം, ഇതൊക്കെ എങ്ങനെയാണ് നാം പരിഹരിക്കേണ്ടത്? എന്താണ് അതിനുള്ള മാർഗങ്ങൾ? അതിൽ അഡിക്റ്റായി പോയിട്ടുള്ള ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു പഠനം നടത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ പല കുടുംബങ്ങളിലും
ഈ ഒരു അഡിക്ഷൻ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ചില ആളുകളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പല മേഖലകളിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാൻ അത് കാരണമാകുന്നു. ചിലരുടെ കുടുംബജീവിതം അത് കാരണം തകർന്ന് തരിപ്പണമാകുന്നു. സാമൂഹികമായി ഇടപഴകാനുള്ള കഴിവുകൾ പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അർത്ഥത്തിൽ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമായി നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മുടെ വീടങ്ങളിലെ ഓരോരുത്തരെയും നാം അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, ബാധിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങേയറ്റം ഗൗരവപ്പെട്ട, വളരെ ഗൗരവത്തോടുകൂടി തന്നെ നാം പരിഗണിക്കേണ്ട, നാം കാണേണ്ട ഒരു വിഷയമായിട്ട് തന്നെ ഇതിന് നാം മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് കരകയറുക? അതിനൊന്നാമത്തെ മാർഗം നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാവുക എന്നത് തന്നെയാണ്. എന്തിനാണ് ഈ ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹദീദിലെ ഒരു വചനത്തിലൂടെ മനുഷ്യരുടെ ഭൗതിക ജീവിതത്തെ, ഐഹിക ജീവിതത്തെ നിർവചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവു വസീനഹ. മനുഷ്യരെ നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവൻ. ഐഹിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചില കളിതമാശകളാണ്, വിനോദമാണ്. വസീനത്തുൻ, അത് അലങ്കാരമാണ്, അലങ്കാര പ്രകടനമാണ്. വതഫാഖുറുൻ, പെരുമ നടിച്ചിലാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സ്വത്തിനെ സംബന്ധിച്ച, സന്താനങ്ങളെ സംബന്ധിച്ച, ആൾബലത്തെ സംബന്ധിച്ചുള്ള വീമ്പു പറച്ചിലുകളാണ് ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയൊരു വിഭാഗം മനുഷ്യരുടെയും ജീവിത ലക്ഷ്യത്തെ യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിന്റെ ഒരു ചെറിയ ഭാഗം ഉൾക്കൊണ്ടിട്ടുണ്ട്. ജീവിത ലക്ഷ്യമായി ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഇന്ന് കണ്ടിരിക്കുന്നത് ഒന്ന് വിനോദമാണ്, കളിതമാശകളാണ്. അതികഠിനമായി പ്രയത്നിക്കുക, ജോലിയെടുക്കുക, അതിന്റെ ലക്ഷ്യം എന്താണ്? വീക്കെൻഡിൽ ഒന്ന് ആഘോഷിക്കുക, അവധി ദിനങ്ങൾ ആഘോഷിക്കുക, ആർഭാടപൂർണമായ ജീവിതം നയിക്കുക, അലങ്കാരപൂർണമായ ജീവിതം നയിക്കുക, പ്രകടനപരത ജീവിതത്തിൽ കൊണ്ടുവരിക, വീമ്പ് പറയുക, മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തമായ ജീവിതം നയിക്കുക, മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുക. ഈ രൂപത്തിൽ പ്രായഭേദമന്യേ ജീവിതത്തിന്റെ ലക്ഷ്യമായി മനുഷ്യർ ഇത്തരം കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സോഷ്യൽ മീഡിയ ലോകവുമായി ഇതിനെ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു വിഭാഗം ആളുകളും നേടാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതൊരു കളിയായി, തമാശയായി, ഒരു വിനോദമായിട്ട് കാണുന്ന ആളുകളാണ്, ലഘുവായിട്ട് കാണുന്ന ആളുകളാണ്. ഒരർത്ഥത്തിലും ഗൗരവകരമല്ലാത്ത കാര്യമായിട്ട് മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ടൂളായിട്ടാണ് വലിയൊരു വിഭാഗം മനുഷ്യരും സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾക്കല്ല, മറിച്ച് ആളുകളെ ത്രസിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ റീച്ച് ലഭിക്കുക. ഇനി അതിൽ ഗൗരവപ്പെട്ട കാര്യങ്ങളില്ലെന്നല്ല, പക്ഷേ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പോലും സമയം കൊല്ലികളായ ചില കണ്ടന്റുകൾ മാത്രമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് തമാശകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോ സുഡാനിലുള്ള വംശഹത്യ കടന്നുവരും, ഫിലസ്തീനിലെ സഹോദരങ്ങളുടെ വേദനകൾ കടന്നുവരും. അത് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു അർത്ഥത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവുകയില്ല. മറ്റെല്ലാം തള്ളിക്കളഞ്ഞതുപോലെ വിരലുകൾ കൊണ്ട് നമ്മൾ അതും മുകളിലേക്ക് തള്ളിക്കളയും. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫീഡുകൾ കണ്ടിട്ടുണ്ട്. ഇല്ല, നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. 2 റക്അത്തെങ്കിലും അധികമായിട്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആർഭാടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് അതിങ്ങനെ കണ്ട് രസിക്കുന്നതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിലും അത് ആക്ഷനായിട്ട് മാറുന്നില്ല.
ഇവിടെയാണ് ഇതിന്റെ സ്വാധീനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഹുവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു അളവോളം വളരെ ന്യൂനപക്ഷമായ വളരെ ചെറിയൊരു വിഭാഗം ഒഴിച്ച് വലിയൊരു വിഭാഗവും അതിനെ ഒരു ലഹുവായി വിനോദമായിട്ട് മാത്രം കാണുന്ന ആളുകളാണ്. പിന്നീട് അത് സീനത്താണ്, അലങ്കാരം പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, വീമ്പ് നടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അഹങ്കാരം നടിക്കാനുള്ള ഒരു മാർഗമാണ്. എത്രത്തോളം എന്നാൽ അത് നാം ചെയ്യുന്ന സേവനങ്ങളാണെങ്കിൽ പോലും, മതപരമായ ദൗത്യങ്ങളാണെങ്കിൽ പോലും, നന്മകളാണെങ്കിൽ പോലും അത് ചില വീമ്പ് പറച്ചിലുകൾക്കും പരസ്പരമുള്ള മത്സരങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ചില കണ്ടന്റുകളാക്കി മാറ്റാൻ വലിയൊരു അളവോളം നമ്മൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹൂൻ വലൈബുൻ വതഫാഖുറുൻ വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഴിഞ്ഞ് തൊട്ടുടനെ അതിനൊരു ഉപമ കൂടി നൽകുന്നുണ്ട്, കുറച്ചുകൂടി കൃത്യമായി അതിനെ നമുക്ക് മനസ്സിലാക്കാൻ. കമസലി ഗൈസിൻ, അതൊരു ഗൈസ് പോലെയാണ്, ഒരു മഴ പോലെയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഈ 5 കാര്യങ്ങളായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ 5 കാര്യങ്ങളാണ് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കമസലി ഗൈസിൻ, അതൊരു മഴ പോലെയാണ്. ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയോജനപ്രദമായ മഴ എന്നാണ് അർത്ഥം. കർഷകർക്ക് പ്രതീക്ഷിച്ചു നിൽക്കുന്ന, അവർ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ച തോതിൽ പെയ്യുന്ന മഴക്കാണ് ഗൈസ് എന്ന് പറയാം. കരുണയുടെ മഴ, കാരുണ്യത്തിന്റെ മഴ. ആ മഴ കാരണം അജബൽ കുഫാറ നബാതുഹു, ആ മഴ കാരണം മുളച്ചു പൊന്തിയ സസ്യങ്ങൾ കണ്ട് കർഷകരെല്ലാം അങ്ങേയറ്റം ആഹ്ലാദചിത്തരായി ആനന്ദിച്ചു, സന്തോഷിച്ചു. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, പക്ഷേ അവരുടെ സന്തോഷം നീണ്ടു നിന്നില്ല. യഹീജു, അതാ ഒടിഞ്ഞു തൂങ്ങുന്നു. മുസ്ഫറൻ, അത് മഞ്ഞ നിറമുള്ളതായി അത് മാറുകയാണ്. സുമ്മ യകൂൻ ഹുതാമ, അത് നുരുമ്പിച്ചു ഒന്നുമല്ലാതായി നശിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്? ഈ ജീവിതത്തിന്റെ ഒരു ഉപമയായി ഖുർആൻ പറഞ്ഞു തന്ന ഒരു ഉപമയാണത്. ഈ 5 കാര്യങ്ങളെ നമ്മൾ ജീവിത ലക്ഷ്യമായി മാറ്റുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അത് പ്രാപിക്കാനോ അത് നേടാനോ സായുജ്യമടയാനോ ആത്മസംതൃപ്തി അടയാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന വലിയൊരു കാര്യമാണ്, വലിയൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് സൂറ ഹദീദിലെ ഈ ആയത്തിലൂടെ 20-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഒരു വേള ഇന്നത്തെ ഇത്തരം ഐഹിക ജീവിതം മാത്രം ലക്ഷ്യമാക്കി അതിന് പിന്നാലെ ഊണും ഉറക്കുമില്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും, തലമുറകളോളം ജീവിക്കാനുള്ള സ്വത്തുകൾ ഒരുപക്ഷെ അവർ സമ്പാദിച്ചിട്ടുണ്ടാകും, എങ്കിലും അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്തോ ഒന്നുകൂടി ലഭിച്ചാലേ എന്റെ ജീവിതത്തിൽ എനിക്ക് സായുജ്യം അടയാൻ സാധിക്കുകയുള്ളൂ, സംതൃപ്തി അടയാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതി എന്തോ ഒരു ലക്ഷ്യത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം ധന്യപൂർണമാകും. പക്ഷെ അത് ലഭിച്ചാൽ വീണ്ടും മറ്റൊരു കാര്യത്തിന്റെ പിന്നാലെ നമ്മൾ പോകാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്റെ മകളുടെ കല്യാണം നടത്തി കഴിഞ്ഞാൽ എന്റെ ജീവിതം സ്വസ്ഥമായി. പക്ഷെ അവിടെ അത് സ്വസ്ഥമാവുകയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ ഈ കച്ചവടം ലാഭകരമായി കഴിഞ്ഞാൽ എന്റെ ജീവിതം സ്വസ്ഥമായി. അതവിടെ സ്വസ്ഥമാവുകയില്ല. ഒരു വീട് വെക്കലാണ് ലക്ഷ്യമെന്ന് കരുതി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ വീട് വെച്ച് കഴിഞ്ഞാലും മറ്റു പല കാര്യങ്ങൾ അപ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായി നമ്മൾ കണക്കാക്കേണ്ടത് ഈ വക കാര്യങ്ങളൊന്നുമല്ല. സൂറ യൂനുസിലൂടെ വളരെ കൃത്യമായി അതേ സംബന്ധിച്ചുള്ള ഒരു ഉപമയും ഖുർആൻ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, ഈ ജീവിതത്തിന്റെ ഉപമ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്ന കാര്യം കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാത്തുൽ അർദ്, ഇതുപോലൊരു മഴ തന്നെയാണ്. ആ മഴയിലൂടെ സസ്യങ്ങൾ ഇടതൂർന്ന് വളർന്ന് പന്തലിക്കുന്നു. അത് കണ്ട് അങ്ങേയറ്റം കർഷകർ സന്തോഷിക്കുകയാണ്. ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹാ വസയ്യനത്, ഭൂമി അവളുടെ ഉടയാളകൾ അണിഞ്ഞു, ആഭരണങ്ങൾ അണിഞ്ഞു, സൗന്ദര്യവതിയായി നിൽക്കുകയാണ്. വദന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അതിന്റെ അഹ്ലുകാര് കർഷകർ കരുതാണ് ഇനി എനിക്കത് പ്രയോജനപ്പെടുത്താം, ഇനിയാണ് എന്റെ ലക്ഷ്യം പൂവണിയാൻ പോകുന്നത്. ഇത്രയും കാലം ഞാൻ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതാഹ അംറുനാ ലൈലൻ ഔ നഹാർ, ഒരിക്കലും അതിനെ പ്രാപിക്കാനോ അതിനെ പ്രയോജനപ്പെടുത്താനോ അവർക്ക് സാധിക്കുകയില്ല. ഇത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, അല്ലാഹു പറയാണ് ചിന്തിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ഇതിലൊക്കെയും വലിയ ദൃഷ്ടാന്തമുണ്ട്. നാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നത് എന്തിനെയാണ്? ഒരു ജോലി നേടുക എന്നതാണോ നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണാർത്ഥത്തിലുള്ള പരമമായ ഒരു ലക്ഷ്യം?
ഒരു വീട് വെക്കുക എന്നതാണോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വീക്കെൻഡ് ആഘോഷിക്കുക എന്നതാണോ, അതിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നേടുക എന്നത് മാത്രമാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കണക്കാക്കേണ്ടത്? വളരെ ഇത്തരം താഴ്ന്ന കാര്യങ്ങളല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമാക്കി നൽകിയിരിക്കുന്നത്. ഇതൊക്കെയും നമ്മുടെ പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കാൻ, അതിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന ചില ഘടകങ്ങളും കാര്യങ്ങളും മാത്രമാണ്. വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള സകലതിനെയും നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു പടച്ചുണ്ടാക്കിയിരിക്കുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ഭൂമിയെ വിരിപ്പാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത്. അൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ഇവിടെ മഴ വർഷിക്കുന്നതും അതിലൂടെ സസ്യങ്ങൾ മുളക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് ഫലങ്ങളായിട്ടാണ്. റിസ്ഖൻ ലക്കും. അപ്പൊ ഈ അർത്ഥത്തിൽ നമുക്ക് വേണ്ടി വലിയൊരു പ്രപഞ്ചം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രയും സൂക്ഷ്മമായ ഈ പ്രപഞ്ചം ഇവിടെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്, നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിയെടുക്കുക എന്നതിന് വേണ്ടി മാത്രമാണോ? അത് നമ്മൾ ലക്ഷ്യമാക്കി ജീവിക്കാനാണോ? നമുക്കൊരു വീട് വെക്കാനാണോ യഥാർത്ഥത്തിൽ ഈ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും? ഈ അർത്ഥത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ രൂപത്തിൽ നമ്മുടെ ശരീരത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമ്മൾ കളയാനാണോ ഈ ഒരു ശരീരത്തെ അള്ളാഹു നമുക്ക് നൽകിയത്? അതിനു വേണ്ടിയാണോ? സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, അള്ളാഹു പറയണം അവനാണ് മനുഷ്യനെ നേരെയാക്കിയത്. വനഫഖ ഫീഹി മിർ റൂഹിഹി, എന്നിട്ട് അവന്റെ റൂഹിൽ നിന്ന് ഒരംശം ആ മനുഷ്യനിലേക്ക് നിക്ഷേപിച്ചത്. അതെന്തിനു വേണ്ടിയായിരുന്നു? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അവനാണ് നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ഹൃദയവും ചിന്തയും നൽകിയത്. എന്തിനാണത് നൽകിയത്? അത് ഈ അർത്ഥത്തിലുള്ള നിരർത്ഥകമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഹോമിക്കാനാണോ അള്ളാഹു ഇതൊക്കെ നമുക്ക് നൽകിയത്? ഈ അമൂല്യമായ ജീവിതം, ഈ ആയുസ് ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതാണോ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം? ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? നമ്മുടെ ജോലിയും സമ്പത്തും ആരോഗ്യവും കഴിവും ആ ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഏതർത്ഥത്തിലാണ് നമുക്ക് അനുകൂലമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ അപ്പോഴാണ് നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുക. ഖുൽ ഹാദിഹി സബീലി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറയാണ് ഹാദിഹി സബീലി, പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ മതം എന്നതല്ല. ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. മാർഗത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ മാർഗത്തിൽ നമ്മൾ താമസിക്കുകയില്ല, മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യുക, എപ്പോഴും മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അതിനുള്ളതാണ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒന്നാണ്. ഇന്ന് ഏതൊരളവിലാണോ നമ്മുടെ വിശ്വാസം ഉണ്ടായത് ആ അളവല്ല നാളെ ഉണ്ടാകേണ്ടത്, കുറച്ച് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടാകണം. ഇന്ന് നമ്മൾ പരലോകത്തിന് വേണ്ടി എന്താണോ സ്വരൂപിച്ച് കൂട്ടിയിരിക്കുന്നത് അതിലേക്ക് കുറച്ചുകൂടി അധികം നാളെയാകുമ്പോഴേക്ക് സ്വരൂപിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഏതർത്ഥത്തിലുള്ള തയ്യാറെടുപ്പാണോ ഞാൻ നടത്തിയിട്ടുള്ളത്, കുറച്ചുകൂടി മികച്ച തയ്യാറെടുപ്പിലേക്ക് നാളെ എനിക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അതാണ് സബീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവോട് നമ്മൾ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ മാർഗത്തിലേക്ക് നമ്മൾ എത്തിക്കാനാണ്, ഒരു ലക്ഷ്യത്തിലേക്കല്ല. ഇഹ്ദിനസ് സിറാത്ത്, അത് മാർഗമാണ്. ആ മാർഗത്തിൽ അല്ലാഹുവേ എന്നെ അടിയുറപ്പിച്ച് നിർത്തണമേ. ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ അല്ലാഹുവേ നീ എനിക്ക് തുണയേകണമേ എന്നാണ് ഓരോ നമസ്കാരത്തിലും നിരവധി തവണ ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, പടച്ചവന് വേണ്ടി, ദീനിനു വേണ്ടി എന്ത് സേവനമാണ് ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ ഓരോ ദിനവും ഓരോ നിമിഷവും പടച്ചവനുമായുള്ള ആ മുലാഖാത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പടച്ചവനെ കണ്ടുമുട്ടാനുള്ള ആ യാത്ര അത് അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ആയുസ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി, ആ ഒരു മുലാഖാത്തിന് വേണ്ടി എന്താണ് ഞാൻ പാതേയമായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഈ ലക്ഷ്യവുമായി ചേർത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുക.
അപ്പോഴാണ് പല അനാവശ്യ കാര്യങ്ങളിൽ നിന്നും സമയം കൊല്ലികളിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ സമയത്തെ നാം അല്ല കൊല്ലുന്നത്, ഓരോ നിമിഷവും നമ്മെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. സമയം നമ്മയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സമയം അതൊരു വാളാണ്. നീ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ വാള് നിന്നെ വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ സമയം ഓരോ നിമിഷവും നമ്മെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലക്ഷ്യബോധവുമായി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും തന്റെ ലക്ഷ്യം പ്രാപിക്കാൻ തനിക്ക് ഉപകാരം ചെയ്യാത്ത, ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളിൽ വളരെ അമൂല്യമായ ഈ ആയുസ്സിനെ, സമയത്തെ പാഴാക്കാൻ നമുക്ക് കഴിയുക? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അങ്ങനെ ആകുമ്പോഴാണ് ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും കൃത്യമായ ബോധം നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ്സോടുകൂടി അതിന് പിന്നിലുള്ള ലക്ഷ്യബോധത്തോടുകൂടി ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അലസരായി ലക്ഷ്യബോധമില്ലാതെ ബോധമില്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നവരായിട്ട് വിശ്വാസികൾ മാറരുത്. എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതെന്തിനാണ് നാം ചെയ്യുന്നത്? അത് നാം നിത്യം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്തിനാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരത്തിൽ എല്ലാ ദിവസവും നാം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നല്ല നിരവധി തവണ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമസ്കാരം ശരിയാകണമെന്നുണ്ടെങ്കിൽ ആ നമസ്കാരം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മൾ നിയ്യത്ത് നമുക്കുണ്ടാകണം. ഞാൻ എന്തിനാണ് നമസ്കരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്? എന്താണ് നമസ്കരിക്കുന്നത്? ഇതില്ലെങ്കിൽ ഒരാളുടെ നമസ്കാരം ശരിയാവുകയില്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശീലമായിട്ട് നമുക്ക് മാറരുത്, വെറും ശീലമായിട്ട് മാറരുത്. ശീലത്തിന്റെ പുറത്തായിരിക്കരുത് നമ്മുടെ നമസ്കാരം. ഓരോ നമസ്കാരത്തിനും ലക്ഷ്യമുണ്ടാകണം. എന്ന് പറയുന്നത് പോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാകട്ടെ, മറ്റെന്ത് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാകട്ടെ, എന്ത് കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമാകട്ടെ, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷ്യബോധത്തിൽ നമ്മളെ ഗഫലത്തിലാക്കി കളയാനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ സ്മരണയും സിക്റും നമ്മിൽ നിന്ന് ഇല്ലാതാക്കി കളയാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്തഹ്വദ അലൈഹിമു ശൈത്വാനു ഫഅൻസഹും ദിക്റല്ലാഹ്. സൂറ മുജാദിലയിലൂടെ പിശാച് കീഴടക്കിയ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഒരു കൂട്ടരെ പിശാച് കീഴടക്കി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ആ പിശാച് അവരിൽ നിന്ന് മറപ്പിച്ചു കളയും എന്നുള്ളതാണ്. ആ സിക്റിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ, ആ സിക്ർ, ആ സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ അപകടകരമായ പല മേഖലകളിലേക്കും നമ്മൾ ചെന്നിച്ചാടും. ഏത് അഡിക്റ്റീവായ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് ചെയ്യുന്ന കാര്യം എന്താണ്? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സിക്റിൽ നിന്നും സ്മരണയിൽ നിന്ന് നമ്മൾ അകറ്റുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അഡിക്റ്റീവായ കാര്യങ്ങളെ കുറിച്ച് സൂറ മാഇദയിലൂടെ അള്ളാഹു വിവരിക്കുന്നുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു ഖംറിനെ കുറിച്ചും മൈസിറിനെ കുറിച്ചും പറയാണ്, മദ്യത്തെ കുറിച്ചും ലഹരി വസ്തുക്കളെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ചുമാണ് പറച്ചില്. അത് പിശാചിന്റെ പ്രവൃത്തിയാണെന്നാണ് പറഞ്ഞത്. എന്തിനാണ് അത് അതെന്തിനാണ് പിശാച് അത് ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? തൊട്ടുടനെ അതിന്റെ മറുപടി അള്ളാഹു പറയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാ. പിശാചിന്റെ പരമമായ ലക്ഷ്യം ഈ ചൂതാട്ടത്തിലൂടെയും ഈ ലഹരി വസ്തുക്കളിലൂടെയും യസുദ്ദകും അൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, പടച്ചവനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് പിശാച് ഇതൊക്കെയും മനുഷ്യന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ അർത്ഥത്തിലുള്ള ചൂതാട്ടം പോലെ തന്നെയുള്ള ആ അർത്ഥത്തിൽ അഡിക്റ്റീവ് ആകാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയകൾ എന്നുള്ളത്. ഒരാൾ ഒരു ചൂതാട്ട കേന്ദ്രത്തിൽ രാവിലെ മുതൽ പകലന്തിയോളം അവിടെ ചെലവഴിക്കാണ്. ഇപ്പൊ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെലവഴിക്കാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ചൂതാട്ട കേന്ദ്രവുമായിട്ട് ചിലപ്പോ നടന്നു പോകാൻ കഴിയണമെന്നില്ല. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഊണിലും ഉറക്കിലും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോഴാണ് അതിന്റെ ഗൗരവം അതിനേക്കാൾ ഏറുന്നത്. ഏത് സാഹചര്യത്തിലും നമുക്ക് അതിനെ മാറ്റിവെക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ അതികഠിനമായൊരു ഗുരുതരാവസ്ഥയിലേക്ക് ഒരു സമൂഹം ഇന്ന് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ ദൂഷ്യഫലം കുറച്ചുകൂടി കാലം കഴിയുമ്പോഴാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുക. അപ്പൊ ഇവിടെ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? സൂറ മാഇദയിലെ തൊട്ട് ഉടനെയുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഹ്സറു. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവിടെ കൊണ്ടുവരിക, അള്ളാഹുവിന്റെയും റസൂലിനെ നിങ്ങൾ അനുസരിക്കുക, വഹ്സറു, നിങ്ങൾ ജാഗ്രതയുള്ളവരാവുക.
ആളുകളൊക്കെ ഒരു മേഖലയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ ഓടേണ്ടവരല്ല വിശ്വാസികൾ. വഹ്സറു, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അങ്ങേറ്റം ജാഗ്രതയോടുകൂടി, ബോധത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടവരാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, ആ പ്രവർത്തിച്ച ആളുകൾക്ക് കൃത്യമായ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അവർ പ്രവർത്തിച്ചതിനപ്പുറത്തേക്ക് വസിയാദ, അവർ പ്രതീക്ഷിച്ചതിനും അർഹിക്കുന്നതിനും ആഗ്രഹിച്ചതിനും അപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളുകൾക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യാണ്. സൂറ ഖാഫിൽ കാണാം, വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കുന്ന മുത്തഖികൾക്ക് അവരുടെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു രംഗം സൂറ ഖാഫിൽ വിവരിക്കപ്പെടുന്നുണ്ട്. വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, ആ മുത്തഖികൾക്ക് ആ സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടും. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എന്നിട്ട് അവരോട് പറയപ്പെടും, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരുന്ന, സ്വന്തത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഹഫീദായ ഓരോ ആളുകൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായിരിക്കെ തന്നെ, ആരും കാണാതെ തന്നെ അള്ളാഹുവിനെ, റഹ്മാനായ അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്കുള്ള സമ്മാനം. വജാഅ ബിഖൽബിൻ മുനീബ്, ഖേദിക്കുന്ന ഹൃദയവുമായി അള്ളാഹുവിലേക്ക് വന്ന ആളുകൾക്കുള്ള പ്രതിഫലം. ഉദ്ഖുലൂഹാ ബിസ്സലാം, വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾ ഇവിടെ പ്രവേശിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു അവരോട് പറയും, അവരെ പറ്റി പറയുകയാണ്, ലഹും മാ യശാഊന ഫീഹാ, അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്നതൊക്കെ ലഭിക്കും. വലദൈനാ മസീദ്, പക്ഷേ അതിനേക്കാളേറെ നാം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു പക്ഷേ അവർ ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും ഒരു പരിധി ഉണ്ടായേക്കാം, അതിനപ്പുറത്താണ് നാം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം എന്ന് അള്ളാഹു പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സ്വർഗത്തിൽ വെച്ച് ആഗ്രഹിക്കേണ്ട ഈ ആഗ്രഹം, സ്വർഗത്തിൽ വെച്ച് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട ആഗ്രഹം നമ്മൾ ഈ ലോകത്ത് തന്നെ ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവ് എന്നുള്ളത് അത് പരലോകത്തിന് വേണ്ടിയുള്ള ഒരു കൃഷിയിടമാണ്. ഇത് വിളവെടുപ്പിന്റെ ഇടമല്ല. ഇവിടെ വിളവെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓതി വെച്ച ആ ഉപമയായിരിക്കും നമ്മുടെ ഫലം. ഒന്നും നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുകയില്ല. നമ്മുടെ വിളവെടുപ്പ് അത് പരലോകത്താണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതുകൊണ്ടാണ് പരലോകത്ത് വിജയിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ മുഫ്ലിഹൂൻ എന്ന് വിശേഷിപ്പിച്ചത്. ഫല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ എന്നാണ് അർത്ഥം, വെറും കർഷകനല്ല. കർഷകന് ഫല്ലാഹ് എന്ന അറബിയിൽ പറയാനുണ്ടായ കാരണം, ഒരു കർഷകൻ ഫല്ലാഹായിട്ട് മാറുന്നത് 6 മാസമോ 1 വർഷമോ പ്രയത്നിച്ച് അവസാനം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അതിന്റെ ആ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിക്കുമ്പോൾ ആ വിളവെടുപ്പിന്റെ ദിവസത്തിൽ അയാൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതിനെയാണ് ഫല്ലാഹ് എന്ന പദത്തിലൂടെ അതാണ് കുറിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് മുത്തഖികളെ സംബന്ധിച്ചിടത്തോളം ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അള്ളാഹുവിന്റെ ഹിദായത്തിലുള്ള മുത്തഖികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്ത് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ വിട്ടുനിന്നുകൊണ്ടേയിരിക്കും. അവസാനം അവർ മുഫ്ലിഹീങ്ങളാകും. എവിടെ വെച്ചാണ് അവർ മുഫ്ലിഹീങ്ങളാവുക? അവരുടെ വിളവെടുപ്പിന്റെ ദിവസമാണ്. അവർ ഈ ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങളുടെയൊക്കെ പ്രതിഫലം കാണുന്ന ആ ദിവസമാണ് അവർ യഥാർത്ഥത്തിൽ മുഫ്ലിഹീങ്ങളായിട്ട് മാറുക. അതുകൊണ്ട് തന്നെയും മറ്റുള്ളവരായിരിക്കരുത് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ ഇമ്മഅകളായിട്ട് മാറരുത്. ആരാണ് ഇമ്മഅകൾ? ഇൻ അഹ്സനന്നാസു അഹ്സന്ന വ ഇൻ ളലമു ളലംന. ആളുകൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഞാൻ അവരോട് നല്ല രീതിയിൽ പെരുമാറും. ആളുകൾ എന്നോട് ദുൽമ ചെയ്താൽ ഞാൻ അവരോട് ദുൽമ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂല്യങ്ങളെ തീരുമാനിക്കുന്നത് അവരല്ല, മറ്റുള്ളവരായിരിക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ മറ്റുള്ളവരായിരിക്കരുത് നമ്മുടെ ധാർമ്മികതയെയും നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ മതബോധത്തെയും തീരുമാനിക്കേണ്ടത്. ഇന്ന് സോഷ്യൽ മീഡിയകളാണ് ഹലാൽ ഹറാമുകളെ പോലും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വസ്ത്രമാണ് ഹറാം, ഏത് വസ്ത്രമാണ് ഹലാൽ എന്നുള്ളത് സോഷ്യൽ മീഡിയ തീരുമാനിച്ചു തരും. അതനുസരിച്ച് നമ്മുടെ കൗമാരക്കാർ ആ അർത്ഥത്തിൽ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് കാണണം, എന്ത് കാണരുത് എന്നുള്ളത് സോഷ്യൽ മീഡിയ തീരുമാനിച്ചു തരും. ആ ട്രെൻഡുകളാണ് ഹലാൽ ഹറാമുകളെ നിശ്ചയിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ഇമ്മ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അത്തരം ആളുകളായിട്ട് നമ്മൾ മാറരുത്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റുന്ന, എത്ര ടെക്നോളജി വന്നു കഴിഞ്ഞാലും ഹലാലുകൾ മാത്രമേ ഹലാലുള്ളൂ, ഹറാമുകൾ എന്നും ഹറാമാണ്. അള്ളാഹു കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഏത് ഡിവൈസിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് ഹറാമാണ്. അത് ഏത് രൂപത്തിൽ കണ്ടു കഴിഞ്ഞാലും അത്
അത് ഹറാമാണ്. അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്, അതല്ലെങ്കിൽ ആഡായിട്ട് നമ്മൾ കാണുകയാണ്, ഒക്കെ അത് ഹറാമാണ്. ആ അർത്ഥത്തിലുള്ള സൂക്ഷ്മത അപ്പോഴാണ് ഹഫീൽ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച സ്വന്തത്തെ സംരക്ഷിക്കുന്ന, ഹൃദയത്തെ സംരക്ഷിക്കുന്ന സൂക്ഷ്മാലുക്കളായ മുത്തഖികളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. നാലാമതായി ഇതിൽ നിന്ന് കരകയറാൻ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാകണം. എങ്കിലേ അത് തിരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടിയുറച്ച ഒരു നീയത്ത് നമുക്കുണ്ടാകണം. ഇതിൽ നിന്ന് കരകയറാൻ അനാവശ്യമായി അത് ഉപയോഗിക്കുന്ന ആ ഒരു ശീലം ജീവിതത്തിൽ മാറ്റാൻ വളരെ കടുത്ത, വളരെ ദൃഢമായ ഒരു നീയത്ത് നമുക്ക് എടുക്കാൻ കഴിയണം. വളരെ പതിയെ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കണം. ഉടനെ പിന്മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസങ്ങൾക്ക് ശേഷം അതിനേക്കാൾ ശക്തമായി നമ്മൾ തിരിച്ചു വരും. അതുകൊണ്ട് വളരെ പതിയെ അതിൽ നിന്ന് പിന്മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധര്, വളരെ പൊതുസമൂഹത്തിലുള്ള നിരവധി വിദഗ്ധര് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ അമിതോപയോഗത്തിൽ നിന്ന്, ഇത്തരം ഡിവൈസുകളുടെ അമിതോപയോഗത്തിൽ നിന്ന് പടിപടിയായി എങ്ങനെയാണ് പിന്മാറേണ്ടത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് ടൈം എന്നുള്ളതാണ്. ഒരു സമയം നമ്മൾ നിശ്ചയിക്കണം. ആ സമയത്ത് ഒരിക്കലും ഞാൻ ഇത് ഉപയോഗിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. വളരെ ചെറിയ സമയമായിക്കോട്ടെ, പക്ഷെ ആ സമയത്ത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുകയില്ല, ആ സമയത്ത് ഞാൻ മെസ്സേജുകൾ നോക്കുകയില്ല, ആ സമയത്ത് ഒരുപക്ഷെ സ്മാർട്ട് ഫോൺ ഞാൻ നോക്കുകയില്ല. ഈ രൂപത്തിലുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു ഫോൺ ഫ്രീ സോൺ നമ്മൾ കൊണ്ടുവരണം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫ്രീ സോൺ കൊണ്ടുവരണം. ഒരു പ്രത്യേക ഇടം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അത് നമ്മുടെ വീട്ടിലാകട്ടെ മറ്റെവിടെയെങ്കിലും ആകട്ടെ, ഇന്ന ഇടത്ത് ഫോൺ ഉപയോഗം പാടില്ല. അത് തീന്മേശയിലായിരിക്കാം, തീന്മേശയിൽ ആരും ഫോൺ ഉപയോഗിക്കരുത്, അവിടെ ആരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നൊരു പൊതു നിയമം നമ്മുടെ വീട്ടിൽ നമുക്ക് കൊണ്ടുവരാം. ബെഡ്റൂമുകളിൽ വെച്ചത് ഉപയോഗിക്കരുത് എന്നൊരു പൊതു നിയമം നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും പതിയെ അതിനോടുള്ള ആ ഒരു അതിപ്രസരം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അതുമായി എപ്പോഴും ഒരു അകൽച്ച നമ്മൾ പാലിക്കുക. എന്നും കൂടെ തന്നെ കൊണ്ടു നടക്കാതെ വീട്ടിലാകുമ്പോൾ ഒരു ഇടത്തത് കൊണ്ടുവെക്കുക, ഉറങ്ങുമ്പോൾ കുറച്ച് ദൂരത്ത് അത് കൊണ്ടുവെക്കുക. ആ അർത്ഥത്തിൽ അതുമായി ഒരു അകൽച്ച എപ്പോഴും നമ്മൾ കൊണ്ടുവരാൻ സാധിക്കുക. അനാവശ്യമായ ആളുകളെ, അനാവശ്യമായ പേജുകൾ, അനാവശ്യമായ ഗ്രൂപ്പുകൾ, ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാനും ഒഴിവാക്കാനും ഏറ്റവും ചുരുങ്ങിയത് ഹൈഡ് ചെയ്യാനെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നും ഹറാമായ നിരർത്ഥകമായ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് മാത്രം സ്റ്റോറി ആക്കിക്കൊണ്ടിരിക്കുന്ന, അത് മാത്രം സ്റ്റാറ്റസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം, അവരെ ഒന്നുകിൽ ഹൈഡ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ അനാവശ്യമായ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും, ഒരർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടാത്ത ഗ്രൂപ്പുകൾ. അതിലൊന്നും നമ്മൾ ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല, അത് നമുക്ക് ഒഴിവാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി. ഒരാളുടെ ഇസ്ലാമിന്റെ മനോഹാരിതയാണ് അവനെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ അടയാളമായിട്ട് അല്ലാഹു പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയണം, അവിടങ്ങളിലൊക്കെ ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തണം, അവിടെയെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത്. ലികുല്ലി റിജാലിൻ മഖാമുൻ വലികുല്ലി മഖാമുൻ റിജാലുൻ എന്നൊരു ചൊല്ലുണ്ട് അറബിയിൽ. ഓരോ ആളുകൾക്കും അവരുടേതായ മേഖലകളുണ്ട്, ഓരോ മേഖലകൾക്കും അതിൻ്റെതായ ആളുകളുണ്ട്. എല്ലാ ആളുകളും എല്ലാ മേഖലകളിലും ഇടപെടാൻ തുടങ്ങിയാൽ അത് വലിയ ഉപകാരത്തെക്കാൾ ഉപദ്രവമായിട്ടായിരിക്കും അത് മാറുക. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞാൽ ഒരു സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. പതിയെ ഇതൊക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു സമയം നിശ്ചയിക്കുക. ഇന്ന സമയങ്ങളിൽ മാത്രമേ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു സമയബന്ധിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് മാത്രം ഒരു സമയവുമില്ലാതെ തോന്നുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് മാറ്റി അതിനു വേണ്ടി ഒരു കൃത്യമായൊരു സമയം നമ്മൾ നിശ്ചയിക്കുക. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോ ചില ദിവസങ്ങൾ അത് ഉപയോഗിക്കാത്ത ദിവസങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഇന്ന ദിവസം ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന രൂപത്തിൽ വരെ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയും. അനാവശ്യമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ ഒരർത്ഥത്തിലും ഒരാൾക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക, കുറച്ചു സമയം ആലോചിക്കുക, വൈകാരികമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അത് ഷെയർ ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടതില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോ അർത്ഥത്തിലുള്ള ഇടപെടലുകളും ഇടപഴകലുകളും. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ വലയം സാധിക്കുന്നത്ര ചുരുക്കാനും ഏറ്റവും ആവശ്യക്കാര് ക്വാളിറ്റിയുള്ള കണ്ടന്റുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഏറ്റവും ആവശ്യക്കാര് ഉപകാരപ്രദമുള്ള ആളുകൾ
ആളുകളുമായിട്ടുള്ള ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, അനാവശ്യമായിട്ടുള്ള ചാറ്റിങ്ങുകൾ അതൊക്കെയും പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാവുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതിൽ നിന്ന് പടിപടിയായി നമുക്ക് കരകയറാനും അങ്ങനെ ഒരു ആരോഗ്യപൂർണമായ രൂപത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാവുക. ഏറ്റവും അവസാനമായി, ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ആളുകളായിട്ട് മാറരുത്. ചിലപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് സാധിക്കാതെ വരും. അപ്പോഴും നമ്മൾ നിരാശരാകരുത്. അത് സമയമെടുക്കും. അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് റഹ്മത്തില്ല, അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതിലെല്ലാം ഉപരി ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഇതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഇതൊക്കെ ഞാൻ ഒഴിവാക്കുന്നത് റബ്ബിന് വേണ്ടിയാണ്, ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ വളരെ കൃത്യമായി ആരോഗ്യപൂർണമായി കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിനെ വിശുദ്ധ ഖുർആൻ നിർവചിച്ചത് തന്നെ ഉമ്മത്തൻ വസത, സന്തുലിതമായ ഉമ്മത്ത് എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഇബാദത്തുകളിൽ പോലും അമിതമായ ഒരു ഇബാദത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാത്തിനും അതിൻ്റെതായ അവകാശങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കണം. നിന്റെ ശരീരത്തോട് നിനക്ക് ചില ഹക്കുകളുണ്ട്, നിന്റെ ഭാര്യയോടും കുടുംബത്തോടും നിനക്ക് ഹക്കുണ്ട്, റബ്ബിനോട് നിനക്ക് ഹക്കുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 യുവാക്കളെ ഉപദേശിച്ചതായിട്ട് കാണാം. ഒരാൾ തീരുമാനിച്ചു എല്ലാ ദിവസവും ഞാൻ വ്രതമെടുക്കും, മറ്റൊരാൾ തീരുമാനിച്ചു രാത്രി മുഴുവൻ നമസ്കരിക്കും, ഒരാൾ തീരുമാനിച്ചു ഞാൻ വിവാഹം ചെയ്യുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ അവരെ തിരുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ, എല്ലാത്തിനും വളരെ കൃത്യമായി ഉപകാരം മാത്രം എടുക്കാൻ, എല്ലാത്തിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഉമ്മത്തൻ വസതയായി സന്തുലിതമായ ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയുക. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തൻ വസതയായി ആരോഗ്യപൂർണമായ ഒരു സമൂഹമായി നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും മനസ്സിലാക്കാനും അതിനുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.